ഇന്ത്യൻ സായുധ സേനയിലെ തത്തുല്യ റാങ്കുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുൻവർഷം, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഏതെങ്കിലും ഒരു പദവി തന്നിട്ട്, ഏതെങ്കിലും ഒരു റാങ്ക് തന്നിട്ട് അതിന് തത്തുല്യമായിട്ട് ആർമിയിലുള്ള അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് വ്യോമസേനയിലുള്ള പദവി ഏത്? ഇത്തരത്തിലുള്ള ചോദ്യം കുറച്ച് വർഷം മുന്നേയുള്ള PSC പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് തത്തുല്യ പദവികളിൽ നിന്നുള്ള ചോദ്യം. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്ത് ചെയ്യുന്നു, PSC അത്തരം ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ടോപ്പിക്കിൽ സ്പേസ് സയൻസിനോടൊപ്പം തന്നെ ഡിഫൻസും കൂടി പ്രധാന ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഈ പ്രതിരോധ മേഖലയിലെ, അതായത് 3 സായുധ സേനയിലെ തത്തുല്യ റാങ്കുകൾ പഠിക്കണം. കാരണം ഇനിയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് എന്താണ്, പ്രതിരോധ മേഖല പഠിക്കാൻ സിലബസിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വളരെ കുറച്ച് വർഷം, ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്കത് കാണാൻ കഴിയില്ല. വീണ്ടും പ്രതിരോധം സിലബസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇനിയുള്ള ചോദ്യങ്ങൾ, ഇനിയുള്ള പരീക്ഷകൾ നമുക്ക് എന്താണ്, ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, ഈ 3 സായുധ സേനയിലെയും തത്തുല്യ റാങ്കുകൾ. ഇവിടെ തത്തുല്യ റാങ്കുകൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ടും ചോദ്യം വരുന്നത് ഏറ്റവും ഉയർന്ന റാങ്കും ഏറ്റവും താഴ്ന്ന റാങ്കും വെച്ചിട്ടൊരു കമ്പാരിസൺ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇന്ത്യൻ ആർമിയിലെ റാങ്കുകൾ പഠിക്കാം. അപ്പം ഏറ്റവും താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് റാങ്കുകൾ പഠിച്ചു പോകാം. നമുക്ക് ഏറ്റവും താഴെ തട്ടി നോക്കാം. ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ചെറിയ റാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? ലെഫ്റ്റനന്റ് ആണ്. ഏതാണ്? ലെഫ്റ്റനന്റ് ആണ്. ലെഫ്റ്റനന്റിന് മുകളിലാണ് ഏത് വരുന്നത്? ക്യാപ്റ്റൻ. ലെഫ്റ്റനന്റ് കഴിഞ്ഞിട്ട് ഏത് വരും? ക്യാപ്റ്റൻ വരും. ക്യാപ്റ്റൻ കഴിഞ്ഞിട്ട് മേജർ. ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ. മേജർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാണ്? ലെഫ്റ്റനന്റ് കേണൽ ആണ്. അപ്പോൾ ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് അതിന്റെ ക്യാപ്റ്റൻ, ലെഫ്റ്റനൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് അതിനൊരു ക്യാപ്റ്റൻ. ക്യാപ്റ്റന് മുകളിലായിട്ട് ആര്? മേജർ. മേജറിന് മുകളിലായിട്ട് ലെഫ്റ്റനന്റ് കേണൽ ആൻഡ് കേണൽ. അപ്പോൾ ലെഫ്റ്റനന്റ് കേണൽ, കേണൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റനന്റ് കേണൽ കഴിഞ്ഞിട്ട് അടുത്ത ഏത് വരും? കേണൽ എന്ന പദവി വരും. അതിന് മുകളിലാണ് ഏത് വരുന്നത്? ബ്രിഗേഡിയർ. അല്ലെ, നമ്മൾ ഈ കേണൽ, ബ്രിഗേഡിയർ, ഇതൊക്കെ നമ്മൾ സിനിമകളിൽ എന്താണ് ഈ പദവികളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഓർഡർ എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്യാപ്റ്റനൊക്കെ താഴെ തട്ടിലേക്ക് വരുന്നതാണ്. ബ്രിഗേഡിയർ ഒക്കെയാണ് ഉയർന്ന പൊസിഷനിലേക്ക് വരുന്നത്. ബ്രിഗേഡിയർ. അതിന് മുകളിൽ വരുന്നതാണ് ഏത്? മേജർ ജനറൽ. ഏതാണ്? മേജർ ജനറൽ. മേജർ ജനറൽ കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? ലെഫ്റ്റനന്റ് ജനറൽ. മേജർ കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ലെഫ്റ്റനന്റ് കേണൽ വന്നത്, അതുപോലെ മേജർ ജനറൽ കഴിഞ്ഞിട്ടായിരിക്കും ലെഫ്റ്റനന്റ് കേണൽ വരുന്നത്, ലെഫ്റ്റനന്റ് ജനറൽ വരുന്നത്. ഏറ്റവും മുകളിൽ ജനറൽ. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ വരുന്ന എവിടെയാണ്? ജനറൽ എന്ന പൊസിഷനിലാണ്. ഏറ്റവും താഴെ തട്ടിൽ വരുന്ന പൊസിഷൻ ഏതാണ്? അത് ലെഫ്റ്റനന്റ് ആണ്. അപ്പം ലെഫ്റ്റനന്റ് തുടങ്ങി ജനറൽ അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ആർമിയുടെ റാങ്കിങ്സ് പോകുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ലെഫ്റ്റനന്റ്, അങ്ങനെ ലെഫ്റ്റനൻസിനെല്ലാം കൂടി ചേർന്ന ഒരു ക്യാപ്റ്റൻ. ക്യാപ്റ്റന് നിയന്ത്രിക്കുന്ന ആളാരാ? മേജർ ആണ്. ക്യാപ്റ്റന് മുകളിലുള്ള പൊസിഷൻ മേജർ. മേജർ കഴിഞ്ഞാൽ ആര് വരും? ലെഫ്റ്റനന്റ് കേണലും കേണലും. മേജർ, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് കേണൽ, അത് കഴിഞ്ഞ് കേണൽ. ഇത്രയും ക്ലിയർ ആയല്ലോ. ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ. അതിന് മുകളിൽ വരുന്നത് ഏതാണ്? ലെഫ്റ്റനന്റ് കേണൽ, കേണൽ. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരം ടിവിയിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന ഒരു പൊസിഷൻ ഏതാ? ബ്രിഗേഡിയർ. അല്ലെ, ബ്രിഗേഡിയർ കുറച്ച് ഉയർന്ന പൊസിഷനാണ് ബ്രിഗേഡിയർ. അത് കഴിഞ്ഞിട്ട് മേജർ ജനറൽ. അപ്പൊ ലെഫ്റ്റനന്റ് കേണൽ കഴിഞ്ഞു, കേണൽ കഴിഞ്ഞു, അടുത്ത ബ്രിഗേഡിയർ വരെ എത്തി. അടുത്തത് ഏതാ? അടുത്ത ജനറലിലെ 3 ആൾക്കാരാ. ഒന്ന് മേജർ ജനറൽ, അതിന് മുകളിലുള്ള ലെഫ്റ്റനന്റ് ജനറൽ, ഏറ്റവും മുകളിൽ വരുന്നത് ജനറൽ. മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ, ജനറൽ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് നമുക്ക് പഠിച്ചു പോവാം. ഇത് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, അതിന് മുകളിൽ വരുന്ന ആരാ? ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ. അത് കഴിഞ്ഞിട്ട് മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ, പിന്നെ ജനറൽ. അപ്പൊ ഇത്രയും ആകുമ്പോഴത്തേക്കും എന്താണ്, ഇന്ത്യൻ ആർമിയിലെ വിവിധ റാങ്കുകളായി. ഇന്ത്യൻ ആർമിയിൽ നമ്മളിപ്പോൾ പഠിച്ച റാങ്കിങ്ങിന് തത്തുല്യമായിട്ട് ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ എയർഫോഴ്സിലും വരുന്ന റാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ നേവിയുടെ റാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ് ലെഫ്റ്റനന്റ് എന്നാണ്. സബ് ലെഫ്റ്റനന്റ്. ഈ സബ് ലെഫ്റ്റനന്റിന്റെ മുകളിലായിട്ടാണ് ഏത് വരുന്നത്? ലെഫ്റ്റനന്റ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 പഠിച്ചു. ആദ്യം സബ് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ്. അതുവരെ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് വരുന്നത് ലെഫ്റ്റനന്റ് കമാൻഡർ ആണ്. ആരാണ്? ലെഫ്റ്റനന്റ് കമാൻഡർ. അപ്പൊ നോക്കാം. സബ് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് കമാൻഡർ. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ.
ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ലെഫ്റ്റനന്റ് കമാൻഡറിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? കമാൻഡർ ആണ്. ലെഫ്റ്റനന്റ് കമാൻഡർ കഴിഞ്ഞാൽ അടുത്തത് കമാൻഡർ, അടുത്തത് ക്യാപ്റ്റൻ. അപ്പൊ ഇത്രയൊന്ന് പഠിക്കാം. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ, ക്യാപ്റ്റൻ. ഇത്രയും ക്ലിയർ ആയല്ലോ. സബ് ലെഫ്റ്റനന്റിൽ തുടങ്ങുന്നു, അതിന് മുകളിൽ ലെഫ്റ്റനന്റ്, അതിന് മുകളിൽ ലെഫ്റ്റനന്റ് കമാൻഡർ, അടുത്തത് ആരാണ്? കമാൻഡർ, പിന്നെ ക്യാപ്റ്റൻ. ഇത്രയും പൊസിഷൻ ക്ലിയർ ആയല്ലോ. ഇനി ക്യാപ്റ്റന് മുകളിലായിട്ട് വരുന്നത് കമ്മഡോർ ആണ്. കമ്മഡോർ എന്ന് പറയുന്ന പൊസിഷനാണ് ഏത് വരുന്നത്? ക്യാപ്റ്റന് മുകളിലായിട്ട് വരുന്നത്. അപ്പൊ കമ്മഡോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിഗേഡിയർ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ബാക്കി എല്ലാം പഠിച്ചതിൽ ബ്രിഗേഡിയർ വരുമ്പോൾ പേരിൽ ചെറിയൊരു പേരിലൊരു വ്യത്യാസം ഉണ്ടെന്നല്ല, അതേപോലെ നേരത്തെ പഠിച്ചെന്നൊരു വ്യത്യാസമായിട്ടാ കമ്മഡോർ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പൊ ബ്രിഗേഡിയർ കമ്മഡോർ, ബ്രിഗേഡിയർ കമ്മഡോർ എന്ന് ഓർമ്മിച്ചോളാം. ബ്രിഗേഡിയറിന് തത്തുല്യമായിട്ട് ഇന്ത്യൻ നേവിയിൽ വരുന്ന പൊസിഷനാണ് ഇത് കമ്മഡോർ. ഓക്കെ, ഈ കമ്മഡോർ കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബ്രിഗേഡിയർ കഴിഞ്ഞാൽ ബാക്കി 3 ജനറൽ വരുന്ന 3 പൊസിഷനാണ്. അതായത് മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ, ജനറൽ, ഇങ്ങനെയാണ് പഠിച്ചത്. അതുപോലെ ഇവിടെ അഡ്മിറൽ എന്ന് വെച്ചാണ്, അതായത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബ്രിഗേഡിയർ കമ്മഡോർ, അത് രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി അതിന് മുകളിലേക്ക് വരുന്നത്, ബ്രിഗേഡിയറിന് മുകളിലേക്ക് വരുന്നത് ജനറൽ വെച്ചിട്ടുള്ള 3 പേരുകളാണ്. കമ്മഡോറിന് മുകളിലേക്ക് വരുന്നത് അഡ്മിറൽ വെച്ചിട്ടുള്ള 3 പോയിന്റാണ്. ഇവിടെ ജനറൽ, ഇവിടെ അഡ്മിറൽ. അപ്പൊ നോക്കാം, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാ? അഡ്മിറൽ. അവിടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ ജനറൽ ആയിരുന്നു, ഇവിടെ ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാ? അഡ്മിറൽ. ഒന്നുകൂടെ പഠിക്കാമല്ലോ. കമ്മഡോർ, ബ്രിഗേഡിയറിന് തത്തുല്യമായിട്ടുള്ള ഗ്രേഡ് ഏതാ? കമ്മഡോർ. അതിന് മുകളിലായിട്ട് വരുന്നത് അഡ്മിറൽ വെച്ചിട്ടുള്ള 3 പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് റിയർ അഡ്മിറൽ, അതിന് മുകളിലുള്ളത് വൈസ് അഡ്മിറൽ, ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാ? അഡ്മിറൽ. ക്ലിയർ ആയല്ലോ. ഈ 3 കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഏറ്റവും താഴ്ന്ന പൊസിഷൻ ഏതാ? സബ് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റനന്റ്, അത് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് കമാൻഡർ, അത് കഴിഞ്ഞ് കമാൻഡർ. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി കമാൻഡറിന് ആരുണ്ട്? ക്യാപ്റ്റൻ ഉണ്ട്. കമാൻഡേഴ്സിന് ക്യാപ്റ്റൻ ഉണ്ട്. ക്യാപ്റ്റൻ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനാണ് ഏത്? ബ്രിഗേഡിയറിന് തത്തുല്യമായിട്ട് ഇന്ത്യൻ നേവിയിൽ വരുന്ന പൊസിഷൻ, അത് ഏതാണ്? കമ്മഡോർ, കമ്മഡോർ. അത് കഴിഞ്ഞ് 3 അഡ്മിറൽ വെച്ചിട്ടുള്ള 3 പൊസിഷൻസ് ആണ്. ഏതൊക്കെയാണ്? റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, ഏറ്റവും ഉയർന്ന പൊസിഷൻ ഏതാ? അഡ്മിറൽ. അപ്പോൾ സബ് ലെഫ്റ്റനന്റ് തുടങ്ങി അഡ്മിറലിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ നേവിയിലെ പൊസിഷൻസിന്റെ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഏറ്റവും താഴ്ന്ന റാങ്ക് ഇതാണ്, ഏറ്റവും ഉയർന്ന റാങ്ക് ഇതാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എയർഫോഴ്സിലോട്ട് പോവാം. ഇതിന് തുല്യമായിട്ട് എയർഫോഴ്സിൽ വരുന്ന റാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലൈയിങ് ഓഫീസറിൽ നിന്നാണ്. ആരാണ്? ഫ്ലൈയിങ് ഓഫീസർ അല്ലേ. നമുക്ക് എയർഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫ്ലൈറ്റ് അല്ലെ, വിമാനമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിന്റെ പൈലറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്, ഫ്ലൈയിങ് ഓഫീസർ ആരാണ്? ഫ്ലൈയിങ് ഓഫീസറാണ് ഏറ്റവും താഴ്ന്ന ഗ്രേഡ് വരുന്നത്. അതിന് മുകളിൽ വരുന്ന ആരാണ്? ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണ്. ഫ്ലൈയിങ് ഓഫീസറിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിന് തലപ്പത്തുള്ളത് ആരാണ്? ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണ്. ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്. അടുത്തത് സ്ക്വാഡ്രൺ ലീഡർ ആണ്. ആരാണ്? സ്ക്വാഡ്രൺ ലീഡർ. സ്ക്വാഡ്രൺ ലീഡർ, ആ പേരൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. സ്ക്വാഡ്രൺ ലീഡർ. അപ്പോൾ ഫ്ലൈയിങ് ഓഫീസറാണ് ഏറ്റവും താഴ്ന്ന ഗ്രേഡ്. അതിന് മുകളിലാണ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, അതിന് മുകളിലാണ് സ്ക്വാഡ്രൺ ലീഡർ. സ്ക്വാഡ്രൺ ലീഡർ. ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത പൊസിഷൻ വരുന്നത് വിങ് കമാൻഡർ ആണ്. ഇതാണ് വിങ് കമാൻഡർ. അതായത് നമ്മളിവിടെ കമാൻഡർ എന്ന് പറഞ്ഞതിന് അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞതിന് തത്തുല്യമായിട്ട് എയർഫോഴ്സിൽ വരുന്ന റാങ്കാണ് ഏത്? വിങ് കമാൻഡർ. എന്താണ്? വിങ് കമാൻഡർ. വിങ് കമാൻഡറിന് മുകളിൽ ആര് വരും? ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുന്നു. ഓക്കെ, ഇന്ത്യൻ നേവിയിൽ ക്യാപ്റ്റൻ, അതുപോലെ ഇന്ത്യൻ ആർമിയിൽ കേണൽ എന്ന പൊസിഷന് തുല്യമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ വരുന്ന പൊസിഷനാണ് ഇത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ച ഇന്ത്യൻ ആർമിയിൽ കേണലാണ്, ഇന്ത്യൻ നേവിയിൽ അത് ക്യാപ്റ്റൻ ആണ്. ഇനി ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വരുമ്പോൾ അത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ. അപ്പൊ ചോദ്യം ഇങ്ങനെ വരാം, ഇന്ത്യൻ ആർമിയിലെ കേണൽ എന്ന പദവിക്ക് തുല്യമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ വരുന്ന പൊസിഷൻ ഏതാ? ഇന്ത്യൻ നേവിയിൽ വരുന്ന പൊസിഷൻ ഏതാ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ആർമിയിലെ കേണൽ എന്ന പൊസിഷന് തുല്യമായിട്ട് ഇന്ത്യൻ നേവിയിൽ വരുന്ന പൊസിഷൻ ഏതാ? അത് ക്യാപ്റ്റൻ ആണ്. അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൽ വരുന്ന പൊസിഷൻ ഏതാ? അത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആർമിയിലെ ബ്രിഗേഡിയർ എന്ന പൊസിഷന് തുല്യമായിട്ട് നേവിയിൽ വരുന്ന പൊസിഷൻ ഏതാ? അത് കമ്മഡോർ ആണ്. കമ്മഡോർ. അതുപോലെ ഇന്ത്യൻ ആർമിയിലെ ജനറൽ പൊസിഷന് തുല്യമായിട്ട് ഇന്ത്യൻ നേവിയിൽ വരുന്ന ഏതാ? അഡ്മിറൽ ആണ്. അഡ്മിറൽ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരെ എത്തി. ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ക്യാപ്റ്റന്റെ മുകളിൽ വരുന്നത് ആരാണ്? എയർ കമ്മഡോർ ആണ്. ആരാണ്? എയർ കമ്മഡോർ. അപ്പൊ നമ്മൾ നേരത്തെ ബ്രിഗേഡിയർ, കമ്മഡോർ,
എയർഫോഴ്സിൽ വരുമ്പോൾ അതാരാ? എയർ കമ്മഡോർ. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. അപ്പൊ ഇന്ത്യൻ ആർമിയിൽ ബ്രിഗേഡിയർ, ഇന്ത്യൻ നേവിയിൽ വരുമ്പോൾ ആ പൊസിഷൻ അറിയപ്പെടുന്നത് കമ്മഡോർ, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വരുമ്പോൾ എയർ കമ്മഡോർ. എന്താണ്? എയർ കമ്മഡോർ. ഇങ്ങനെ വരുവേ. അടുത്ത് വരുന്ന 3 പൊസിഷനും മാർഷൽ 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 എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ ഇന്ത്യൻ ആർമിയിൽ അത് ജനറൽ 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 എന്ന് പഠിച്ചു, ഇന്ത്യൻ നേവിയിൽ അഡ്മിറൽ 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 എന്ന് പഠിച്ചു, ഇന്ത്യൻ എയർഫോഴ്സ് വരുമ്പോൾ മാർഷൽ ചേർത്ത് പറയുക. എങ്ങനെയാണ് വരുന്നത്? എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. നോക്കിയേ, എയർ വൈസ് മാർഷൽ, വൈസിന്റെ മുകളിൽ എയർ മാർഷൽ, അതിന്റെ മുകളിൽ ഏതാ? ചീഫ് മാർഷൽ. അപ്പോൾ ഒന്ന് പഠിച്ചേ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഇങ്ങനെയാണ് ഏതിലെ പൊസിഷൻസ് പോകുന്നത്? ഇന്ത്യൻ എയർഫോഴ്സിലെ പൊസിഷൻസ് പോകുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന? ഫ്ലൈയിങ് ഓഫീസർ എന്ന. ഫ്ലൈയിങ് ഓഫീസർ, അതിന് മുകളിൽ വരുന്നത് ഏതാണ്? ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ആണ്. അടുത്തത് സ്ക്വാഡ്രൺ ലീഡർ ആണ്. അപ്പോൾ ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, സ്ക്വാഡ്രൺ ലീഡർ. അടുത്ത് വരുന്നത് ആരാ? വിങ് കമാൻഡർ ആണ്. വിങ് കമാൻഡർ. അടുത്തത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഏത് പൊസിഷൻ വരും? കേണൽ. അല്ലെങ്കിൽ ഇന്ത്യൻ നേവിയിലെ ക്യാപ്റ്റൻ. ഈ പൊസിഷന് തുല്യമായിട്ടാണ് എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുന്നത്. അതിന് മുകളിൽ ഏത് വരും? എയർ കമ്മഡോർ വരും. അതായത് ഇന്ത്യൻ ആർമിയിൽ ബ്രിഗേഡിയർ, ഇന്ത്യൻ നേവിയിൽ വരുമ്പോൾ കമ്മഡോർ, എയർഫോഴ്സിൽ വരുമ്പോൾ എയർ കമ്മഡോർ. അടുത്ത മുകളിലോട്ടുള്ള 3 പൊസിഷൻസ് പറഞ്ഞേ. എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. എന്താണ്? എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഫൈനലായിട്ട് ഈ 3 പൊസിഷൻസ്, 3 സായുധ സേനകളിലെ പൊസിഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. തുടങ്ങാം. ഇന്ത്യൻ ആർമിയിൽ നിന്ന് തുടങ്ങാം. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് പഠിച്ചു നോക്കുക. ഇന്ത്യൻ ആർമി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റനന്റ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കും? ജനറലിൽ അവസാനിക്കും അല്ലേ? അപ്പൊ ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലെഫ്റ്റനന്റ് ജനറൽ, ജനറൽ. ഇങ്ങനെയല്ലേ ഇന്ത്യൻ ആർമിയുടെ പൊസിഷൻസ് പോകുന്നത്. ഇതേപോലെ ഇന്ത്യൻ നേവിയിലേക്ക് പോകാം. ഇന്ത്യൻ നേവി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സബ് ലെഫ്റ്റനന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ അവസാനിക്കുന്നത്? അഡ്മിറലിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നോക്കാം. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ. ആരാണ്? സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ. പിന്നെ കമാൻഡർ, ക്യാപ്റ്റൻ, കമ്മഡോർ. ബ്രിഗേഡിയറിന് തത്തുല്യമായിട്ട് വരുന്ന പൊസിഷനാണ് കമ്മഡോർ. അടുത്ത 3 അഡ്മിറൽ പോകും. റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ. ഇത്രയും ക്ലിയർ ആയല്ലോ. എയർഫോഴ്സിലോട്ട് പോകാം. എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ 3 എണ്ണമാണ് നമുക്കൊരു ഡൗട്ടായിട്ടൊരു ഇതുപോലെ പഠിക്കാൻ എളുപ്പമല്ലാത്തതായിട്ടുള്ളത് അല്ലേ. എയർഫോഴ്സിലെ ഫസ്റ്റ് 3 പൊസിഷനാണ്, അല്ലെങ്കിൽ 2, 3, 4 ഒക്കെയാണ് പഠിക്കാൻ കുറച്ച് പാടായിട്ടുള്ളത്. എന്നാലും ഒന്ന് പഠിക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫ്ലൈയിങ് ഓഫീസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എവിടെ അവസാനിക്കുന്നത്? എയർ ചീഫ് മാർഷലിൽ അവസാനിക്കുന്നത്. അപ്പോൾ ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ്, പിന്നെ ആരാണ്? സ്ക്വാഡ്രൺ ലീഡർ, വിങ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ. അടുത്തത് എയർ കമ്മഡോർ, പിന്നെ മാർഷൽ വെച്ചിട്ട് 3 പൊസിഷൻ. എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഇത്രയുമാണ് സായുധ സേനകളിലെ തുല്യ റാങ്കിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ചോദ്യം നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ കുറച്ച് വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കണം. അന്നത്തെ LD, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ പരീക്ഷകൾക്കെല്ലാം LGS എല്ലാത്തിലും എന്താണ് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ ഉറപ്പായിട്ടും കാണും. കാര്യം പ്രതിരോധം ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം.